സംസ്ഥാന സർക്കാരിന്റെ ഉപദേശകൻ എന്ന പദവി വി.എസിന് നൽകണമെന്ന നിർദ്ദേശമാണ് PB യോഗത്തിൽ ഉയർന്നത്. പദവി നൽകുന്നതിൽ എതിർപ്പില്ലെന്നും രണ്ടധികാര കേന്ദ്രങ്ങളുണ്ടെന്ന തോന്നലുണ്ടാക്കരുതെന്നും കേരള ഘടകം അഭിപ്രായപ്പെട്ടു. ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത സ്വതന്ത്ര പദവിയുള്ള ഉപദേശക സ്ഥാനം നൽകാൻ തീരുമാനമെടുത്തു. ഇക്കാര്യം വി.എസുമായി ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമവശം പരിശോധിച്ച് ഇരട്ടപ്പദവിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് സംസ്ഥാന ഘടകം അറിയിച്ചു. നിയമവശങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാരാണ് വി.എസിന്റെ പദവി തീരുമാനിക്കുക എന്ന് യെച്ചൂരി പറഞ്ഞു. All those matters are discussed and they are in the process. These are not decisions that can be taken by the CPIM and the CPM Politburo. These are decisions will have to be taken by the government of Kerala. And the government of Kerala legally will have to set the process rolling, which I believe has been set rolling. So you will know shortly. ക്യാബിനറ്റ് റാങ്കുള്ള ഉപദേശ പദവിക്കൊപ്പം LDF ചെയർമാൻ സ്ഥാനവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരിച്ചെടുക്കണമെന്നും യെച്ചൂരിക്ക് നൽകിയ കുറിപ്പിൽ വി.എസ് ആവശ്യപ്പെട്ടിരുന്നു. LDF ചെയർമാൻ സ്ഥാനം PB-യിൽ ചർച്ചയായില്ല. വി.എസിനെതിരെ സംസ്ഥാന സമ്മേളന സമയത്ത് പാസാക്കിയ പ്രമേയം ഉൾപ്പെടെ PB കമ്മീഷന്റെ പരിഗണനയിരിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനമെടുത്ത ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരിച്ചെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാനാണ് ധാരണ. വി.എസ് അച്യുതാനന്ദന് ക്യാബിനറ്റ് റാങ്കോടെ പദവി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിനെ വിട്ടുകൊണ്ടാണ് CPM പൊളിറ്റ് ബ്യൂറോ യോഗം അവസാനിക്കുന്നത്. സംസ്ഥാനത്ത് രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള തീരുമാനമായിരിക്കും സംസ്ഥാന ഘടകത്തിൽ നിന്നുണ്ടാകുക. ഡൽഹിയിൽ CPM ആസ്ഥാനത്ത് മുന്നിൽ നിന്നും ക്യാമറാമാൻ ഹരി വി നായർക്കൊപ്പം ആസിഫ് മുഹമ്മദ്.